അപ്പൊ ഞാൻ അങ്ങോട്ടോ നേരെ ഗോവയ്ക്ക് പോവാം. ആ വരും, ഞാൻ വരുത്തും. ഓക്കെ എന്നാ ശരി എന്നാ. അതൊക്കെ പോണം കേട്ടോ. ശരി എന്നാ. ഓക്കെ. വഴിയറിയാലോ കേട്ടോ. മാപ്പിട്ട് ചോദിച്ചു പോയാ മതി. ആ ഫോൺ പിടിക്കണ്ടായല്ലോ മാപ്പില്. എനിക്കൊന്ന് കാണണ്ട, സാധനം കാണിച്ചിട്ട്. ഞാൻ പോട്ടെ. ഓക്കെ ശരി കേട്ടോ. യെസ്, അങ്ങനെ അവർ പോയി. ഞാൻ അടുത്തത് ഞങ്ങൾ വിടുക. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ ലൊക്കേഷനിലാണ് വന്ന് കിടന്നത്. സ്ഥലം ഏതാ? ഇതിപ്പോൾ ഹുബ്ബള്ളിയാണ്. ഇനി അടുത്ത് കർണാടക മഹാരാഷ്ട്ര ബോർഡർ പിടിക്കുക, കൊൽഹാപ്പൂർ, അത് കഴിഞ്ഞ് നേരെ സത്താറ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് വിടുക. അതിനകത്തോ ഇവിടെ പൊതിയില്ലായിരുന്നു. അപ്പൊ ഇനി വരുമ്പോ ഈ കിടക്കേണ്ട സൈഡാക്കേണ്ട ടൈമില് ഇവിടെ വരുന്ന രീതിയിൽ കൂടെ വന്നാൽ മതി. ഏതാ ബൈക്ക്? അത് വണ്ടി ഏതായിരുന്നു? അഡ്വഞ്ചർ 250. ഞാനിപ്പോ വണ്ടിട്ട് പോണല്ലോ. ഇത് ഇവന് ഞങ്ങള് നാട്ടിലുള്ളതാ. അപ്പോഴത്തേക്ക് ഞങ്ങള് ഉടുപ്പി ശിരൂര് ഞങ്ങള് ശിരൂര് എത്തിയപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട് നമ്മുടെ അവിടെ ശിരൂര് ലോറി ആക്സിഡന്റ് ആയത്. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്ക് വാട്സപ്പില് മെസ്സേജ് ഇട്ടേ എവിടെ വന്ന്. അപ്പം പറഞ്ഞ് ഞാൻ നാട്ടിന്റെ സ്ഥലത്തോട്ട് ലൊക്കേഷൻ ഇടാൻ പറഞ്ഞു. ലൊക്കേഷൻ ഇട്ടപ്പോ അവിടുന്ന് 200 കിലോമീറ്ററാണ്. അതായത് എല്ലാപ്പൂര് റൂട്ട് തന്നെയാണ് കാണിക്കുന്നത്, 200 കിലോമീറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നീ അവിടെ നിൽക്കി, ഞാൻ വരുവാ, 200 കിലോമീറ്ററിൽ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി വെയിറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനത് വഴിക്ക് അരുവിലൊക്കെ കയറി കുളിച്ച് ഒക്കെ എടുത്തെടുത്ത് ഞാൻ എന്നാലും വണ്ടി പോകുന്നു. ഞങ്ങൾ വേറെ ലിങ്ക് ലാഗായാലും കുളിക്കാൻ വേണ്ടി മാത്രമേ ചെറിയ ലാഗ് എടുത്തുള്ളൂ. ബാക്കി ഞങ്ങൾ വണ്ടി വിട്ടുപോയി. എന്നിട്ട് പിന്നെ അവസാനം ഞങ്ങൾ അലക്കായിരുന്നു, കൊളുത്തായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു 10 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങള് പൂനെ ഹൈവേയിൽ ഞങ്ങൾ കയറി. ഇപ്പൊ ആ ഹൈവേയിൽ അവൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കയറി ഞങ്ങള് ഈ പറഞ്ഞ അവിടെ നിന്ന് കുറച്ച് ഒരു 10-13 കിലോമീറ്റർ 10-20 കിലോമീറ്റർ ഞങ്ങൾ ഓടി. ഹൈവേയിൽ ഞങ്ങൾ ഓടിയിട്ടാണ് ഇവിടെ ഒരു ധാബയും, ആ ധാബയുടെ പേരെന്തായിരുന്നു? ഒരു ധാബ, ഞങ്ങൾ മറന്നുപോയി ഞങ്ങള്. അല്ല ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ പേര് ഇതുവരെ വായിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല. ഇന്നോടിപ്പോ കേറാൻ നേരത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഞാൻ ആ പേര് ഇപ്പോഴും പറഞ്ഞു. ഞാൻ ഇപ്പഴാ കേൾക്കുന്നത് കേട്ടോ. മുന്ന റെസ്റ്റോറന്റ് പറയുന്നത്. അവിടെ അത്യാവശ്യം അവിടെ ലോറി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട് അവിടെ. ആ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ഫുഡും അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പല ടൈപ്പ് ഓഫ് റൊട്ടീസ് ഒക്കെ ഇഷ്ടം പോലെ. എനിക്ക് ഫ്ലോപ്പായിട്ട് തോന്നിയത് നമ്മുടെ കേരള പൊറോട്ട എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സാധനമുണ്ട്. പൊറോട്ടയാണ് കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇത് കേരള പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പ്രതീക്ഷിച്ചാണ് നമ്മള് ചെല്ലുന്നത്. കേരള പൊറോട്ട എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല മൊരിച്ച് നല്ല ചൂടോടെ നല്ല തല്ലി തകർത്ത് മൊരിച്ചെടുക്കുന്ന പൊറോട്ടയാണ് നമ്മുടെ കേരള പൊറോട്ട. ആ മൂടിന് പോയിട്ട് നമ്മൾ കേരള പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളെ ചപ്പാത്തി കൊടുത്തിരുന്നില്ലേ, പൊറോട്ട എന്നുള്ള പേരേ ഉള്ളൂ.
തല്ലത്തും ചതക്കത്തൊന്നും ഇല്ല. ഈ മെഷീൻ ചപ്പാത്തി ചൂടാക്കി തരത്തില്ലേ, അതുപോലെ മെഷീൻ ചപ്പാത്തി ഒക്കെ പിന്നെ നല്ല ഈ പാക്കി പൊറോട്ട ഇല്ലേ, അവർ അതേപോലെ വെച്ച് തോന്നുന്നു. ആ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാ. പിന്നെ റൊട്ടി കാര്യങ്ങള് വലിച്ചാ പറിച്ചാ വലിക്കാൻ പറ്റാത്ത റൊട്ടി കാര്യങ്ങള്, പിന്നെ പല സാധനങ്ങളും മിക്കതിനും പേര് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങള് എന്തെങ്കിലുമൊക്കെ അവര് പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു സുഖമുള്ള സാധനം ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതങ്ങ് ഓർഡർ ചെയ്യും. വരുമ്പോഴായിരിക്കും സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ആ പേര് മറക്കത്തില്ല, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് വണ്ടി ഫുഡ് കുഴപ്പമില്ല കേട്ടോ, നൈസ് ഫുഡൊക്കെ കേട്ടോ. പല സാധനങ്ങളും ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട്, പല വെറൈറ്റി മട്ടന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ചിക്കന്റെ പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്യട്ടെ, പല നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാത്ത പല ഐറ്റംസുകളും അതുകൊണ്ട് വെറൈറ്റികൾ. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ വണ്ടി ലോറി പാർക്ക് ചെയ്യണം. വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് അവിടെ. ബാത്റൂം സൗകര്യം കാര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യവും. അവര് കേറുമ്പോ ചോദിക്കും നിങ്ങൾ പാർക്ക് ചെയ്യാനാണോ കഴിച്ചിട്ട് പോകാൻ ചോദിക്കും. പാർക്ക് ചെയ്യാനാണെങ്കിൽ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് കിടക്ക സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് വണ്ടി ഇറക്കണം, അത്രേ ഉള്ളൂ. നൈസ് പാർക്ക് ചെയ്യാം, സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്യാമറ ഉണ്ട്, നമുക്ക് വിശ്വസിച്ച് കിടക്കാം, പേടിത്തോടെ കിടക്കാം. പിന്നെ വേറെ വിഷയം, വലിയൊരു ഹാപ്പിനെസ്, ലോറിക്കാർക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകില്ല. ഒട്ടും കൊതുകില്ല. അതുകൊണ്ട് വീണ്ടും ഒക്കെ തുറന്നിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വിശ്വസിച്ച് കിടക്കാം. ഇതുവരെ ഈ നിമിഷം വരെ അവിടെ കുഴപ്പമില്ല കേട്ടോ. ഇനി ഞങ്ങളുടെ അവസ്ഥ ഈ നിമിഷം വരെ കുഴപ്പമില്ല. ഫാമിലിക്കാണല്ലോ, ലോറിക്കാർക്ക് മാത്രമല്ല, ലോറിക്കാർക്കും പറ്റും, ഫാമിലിക്കും അവിടെ വരാം. ഫാമിലിക്ക് അവിടെ ലോറിക്കാർക്ക് ഒരു സെപ്പറേറ്റ് അതിന്റെ മെയിൻ കയറി ചെല്ലുന്നത് ലോറിക്കാർക്ക് എല്ലാം കൂടെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇരിക്കാവുന്നതൊക്കെ. ഇപ്പൊ ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വേണേ വണ്ടി കയറ്റാമെന്ന് പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ അകത്തോട്ട് വണ്ടി കയറ്റിയിടാം. അതിന്റെ അകത്ത് ഇറങ്ങി ഫാമിലിക്ക് ബാഗിൽ കൂടെ കയറി പോവുകയും ചെയ്യാം. അതിന്റെ അകത്ത് നല്ലൊരു ഫാമിലി റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. താനും ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഫാമിലീസ്. ടയർ പഞ്ചർ ഷോപ്പ് ഉണ്ട്, ഗ്രീസ് അടിക്കാം, കുളിക്കാം, ബാത്റൂമിൽ പോകാം, എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. മെക്കാനിക് ഐറ്റംസ് 24 hours വിളിച്ചു കഴിഞ്ഞാൽ വരികയും ചെയ്യും. ഈ ഹോട്ടൽ 24 hours ആണ്. അപ്പൊ ഈ റൂട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് കറക്റ്റ് പറഞ്ഞു കൊടുത്തേ. എല്ലാവരും ഹുബ്ലി നമ്മൾ ബലഗാവ് റോഡാണ്. ഭയങ്കര പൂപ്പളി എനിക്ക് തോന്നുന്നു 17 എനിക്ക് തോന്നുന്നു 24-30 കിലോമീറ്റർ അകത്തേ വരുന്നുള്ളൂ. അല്ല നമ്മളിങ്ങനെ റോഡിൽ നിന്ന് അങ്ങനെ ഇവന്മാര് വണ്ടിക്കാതെ. അപ്പൊ ഇവര് പറഞ്ഞ ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്, ഞങ്ങളുടെ ചോദിച്ചു എന്താ അവസ്ഥ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വിടുവെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ നിന്റെ ആവശ്യം എന്താ പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഒരു വണ്ടി ഒന്ന് ഒരു കിടക്കണമെന്ന് പറഞ്ഞു, 1 മണിക്കൂർ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ശരി കിടന്നോളം പറഞ്ഞു. ആ കിടന്ന കിടത്തം രാത്രി 11 മണിക്ക് കിടന്നത് രാവിലെ 9:30 ആയപ്പോഴാ എഴുന്നേക്കുന്നത്, രാവിലെ 9:30. എന്നിട്ട് ഇപ്പം രാവിലെ എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് അമ്മാരെ വിട്ടു. ഞങ്ങളിപ്പോ ഇവിടുന്ന് അമ്മാര് നേരെ ഗോവ പോന്നു. ഞങ്ങള് നേരെ സത്താറ പെയിന്റിംഗ് കമ്പനിയിലോട്ട്, ഏഷ്യൻ പെയിന്റ് കമ്പനിയിലോട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ലോഡ് അറിയാമല്ലോ, നമ്മുടെ ലോഡ് ട്രിവാൻഡ്രത്തുനിന്ന് പെയിന്റിന്റെ പൗഡർ എടുത്തോണ്ട് നമ്മൾ പോകുന്നത്. ടണ്ണ് കുറവാണ്, 10-18 ടണ്ണേ ഉള്ളൂ. അപ്പൊ 13 അല്ല ഇത്തവണ 13 ഉള്ളൂ. 13-18 ടണ്ണാ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നേ. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വാടക നോക്കുവാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് വാടക ഇല്ല. ഈ ട്രിവാൻഡ്രത്തുനിന്ന് കിട്ടുന്ന ഇപ്പൊ ഒരു 60-70 വാടകയാണെന്ന് വിചാരിച്ചു. ഈ 60-70 നമുക്ക് വടക്കൂട്ട്, അതായത് കോഴിക്കോട്, പെരിന്തൽമണ്ണ, മലപ്പുറം, അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ വയനാട്, അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ വാടകയ്ക്ക് നമുക്ക് പോകാം. അതെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരണം, വീട്ടിലോട്ട് കയറണം. അപ്പം വണ്ടിക്ക് വെയിറ്റ് ഇല്ല. ഇപ്പം വയനാട്ടിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ലോഡ് കയറ്റുന്നത് ഇപ്പൊ 60 70 80 വാടകയൊക്കെ ലോഡ് കയറ്റുന്നത്. അത് പക്ക 25 ടണ്ണ് പക്കായിട്ട് കാണത്തില്ലേ. ഞങ്ങൾക്ക് പക്ഷെ അത്രയും ടണ്ണില്ല, ഞങ്ങൾക്ക് വണ്ടിക്ക് അത്രയും വെയിറ്റ് വരുന്നില്ല. ശരിയായിരിക്കും, ഞങ്ങൾക്ക് നാട്ടിൽ പോവാം, ഞങ്ങളുടെ കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ വണ്ടിക്ക് അത്രയും വെയിറ്റ് കാണത്തില്ല. അപ്പൊ അത്രയും ലോഡും വലിച്ചുകൊണ്ട് വണ്ടി പോകണ്ട, മൈലേജിന് വ്യത്യാസം വരത്തില്ല, മൈലേജ് ഓക്കെ ആയിരിക്കും, വണ്ടിക്ക് ആയുസ് കുറച്ചുകൂടെ കൂട്ടി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഇതിൽ പോകുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കോടൊക്കെ വന്നിട്ട് അവിടുന്ന് സെയിം ലോഡ് തന്നെ 25 ടണ്ണൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നാട്ടിലോട്ടും വീട്ടിലോട്ടും കയറാം എന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ കണ്ടിട്ട് അമ്മച്ചി ഫോണടിച്ച് പേടിപ്പിക്കില്ല, അവർ വീണ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാവും. പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമന്റ് ഇത് വന്നായിരുന്നു, നമ്മൾ പൗഡർ എത്ര കിലോമീറ്റർ വെച്ചാ എടുത്തേന്ന്. കിലോമീറ്ററോ? എത്ര ട്രിപ്പിലാ പൗഡർ ചേഞ്ച് ചെയ്യുന്നത്? നമ്മളോ? 10,000 മാറും. 10,000 മാറും. 10,000 നമ്മൾ പോയി
ഫുള്ള് ടയറും പൊടിയിട്ട് പൗഡർ ഇട്ട് റെഡിയാക്കി റൊട്ടേറ്റ് ചെയ്ത് അലൈൻമെന്റ് ചെയ്ത് ഇറങ്ങി. ഇപ്പൊ നമ്മൾ 5000 അലൈൻമെന്റ് ചെയ്യും, 10,000 പറയുന്നത്, നമ്മൾ 5000 നമ്മൾ ചെയ്യും അലൈൻമെന്റ് ചെയ്യും. അഥവാ ഞങ്ങൾ ഓടി മറന്നു പോയാൽ 10,000 പോത്തുള്ളൂ. അങ്ങനെ ഉള്ളൂ. അതൊരു 7,000 ഒരു 6,000 അറേഞ്ച് ആകുമ്പോഴത്തേക്ക് അലൈൻമെന്റ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ അലൈൻമെന്റ് ചെയ്തതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിടപ്പുണ്ട്. ലാസ്റ്റ് ആയിട്ട് ചെയ്ത് എവിടെയാണെന്നുള്ളത്. ഞങ്ങൾ സത്താറെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തത് ഈ അലൈൻമെന്റ്. നല്ല അടുത്ത മഴയെ സത്താറ ഈ കമ്പനി സത്താറല്ല, സത്താറ പിന്നെയും പോണം. ഒരു കണ്ടാളെ ഇറക്കം ഇറങ്ങി കഴിയുമ്പോഴേ ഈ കമ്പനി റൈസ് കമ്പനി. അതെ, നമുക്ക് കമ്പനി ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഫോൺ നെറ്റ്വർക്ക് കാണത്തില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോൺ അവിടെ കമ്പനി കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അവിടെ വാങ്ങിച്ചു. പക്ഷെ നമ്മൾ ബെല്ലാരി പോകുന്ന ബിർളയുടെ കമ്പനി അങ്ങനത്തെ സീൻ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, സീനൊന്നും ഇല്ല. വീഡിയോ എടുക്കാം. ഭക്ഷണം ക്യാൻറ്റീന് കാര്യങ്ങളെല്ലാം വലിയ പൈസ ഇല്ല. വലിയ പൈസ ഇല്ല. ഇവിടെ നമ്മളിപ്പം പോകുന്ന ആ പരിപാടി ഒന്നുമില്ല, അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോ കുഴപ്പമില്ല. ഭക്ഷണം അവിടെ ഉള്ള വലിയ സ്റ്റേഷനാണ്, എന്നാലും നമുക്ക് കഴിച്ച് തൃപ്തിയാവും, കുഴപ്പമില്ല അവിടെ ബെല്ലാരിക്കകത്ത്. പക്ഷെ ഇവിടെ ഞങ്ങൾ നമ്മുടെ ഫുഡ് അല്ല, വേറെ ഫുഡാണ്. പക്ഷെ അകത്ത് ഫുഡില്ല, അത് ഫുഡില്ല. വെള്ളം പോലും കുടിക്കാൻ പോണെങ്കിൽ ഫോണും നെറ്റ്വർക്കും ഇല്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോൺ കൈ വെച്ചിട്ട് കാര്യമില്ല, നെറ്റ്വർക്ക് ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ സമാധാനിച്ച് നിൽക്കുന്നത്. ഫോൺ ഞങ്ങള് അല്ലെങ്കിൽ ഫോൺ നമുക്ക് കൈ വെക്കാൻ വലിയ പാടൊന്നും ഇല്ല. അവരെ പറ്റിച്ച് ഫോൺ കൈ വെച്ച് സിമ്പിളായിട്ട് കൊണ്ട് നടക്കാന്നുള്ളൂ. എത്ര ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ പഠിച്ചു വളർന്നു തന്നെ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ എന്തോരം വട്ടം ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും സെക്യൂരിറ്റി അത്രയും ഇതൊന്നും അവന്മാര് ചെക്ക് ചെയ്യത്തില്ല. അത് അതിന്റെ അപ്പുറത്തോട്ട് ചെക്ക് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ ആട്ടി വിടും നമ്മള്. കാരണം അമ്മാരുടെ അടിമയല്ലല്ലോ നമ്മള് ലോഡ് കൊണ്ട് എത്തിക്കുവാ. അമ്മാരുടെ പണിക്കാരല്ല, അവര് പറയുന്നതെല്ലാം കൈ ഇട്ട് കൂമ്പി നിൽക്കുക. അങ്ങോട്ട് ആട്ടി വിടും. ഒരു ലിമിറ്റ് വരെ ഞങ്ങൾ നിൽക്കും. ഒരു ലിമിറ്റ് വരെയൊക്കെ ഞങ്ങൾ കളിച്ച് കാര്യം പറഞ്ഞൊക്കെ നിൽക്കും. അപ്പുറത്തോട്ടൊക്കെ പറഞ്ഞു നമ്മള് കമ്പനി പോയല്ലോ, കമ്പനി പോയി കസേര ഇട്ട് ഇരുന്നപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ഒരു കമ്പനി ഞങ്ങൾ ലോഡ് ഇറക്കാൻ പോയി. അറക്കപ്പൊടി ഇറക്കാൻ പോയി. വേസ്റ്റ് സ്ഥലപ്പേരൊന്നും അതൊന്നും പറയണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി സൈഡ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ വോക്കി ടോക്കി യൂസ് ചെയ്ത്. അപ്പൊ അവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ഇച്ചിരി പൊസിഷനിൽ നിൽക്കുന്ന, അതായത് സൂപ്പർവൈസർ, അങ്ങനെ സൂപ്പർവൈസേഴ്സ് അവർക്കൊക്കെ ഉള്ളു ഈ വോക്കി ടോക്കി ഉള്ളത്. അപ്പൊ ഞാൻ പോയി വോക്കി ടോക്കി കൂടെ ഇവന് സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ആശ്ചര്യമായി പോയി. അപ്പൊ അമ്മമാര് ഇറങ്ങി വന്നിട്ട് ഇത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമാര് വന്നിട്ട് പറഞ്ഞ് ഇതെന്തോ വോക്കി ടോക്കി ഇല്ല, നിങ്ങൾക്കൊക്കെ വോക്കി ടോക്കി ഉണ്ടോ? ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ മറ്റുള്ള സെക്യൂരിറ്റി ഒക്കെ വിളിച്ച് കാണിച്ചു. മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവര് പറഞ്ഞു ഇതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറ്റത്തില്ല. അങ്ങനെ ആദ്യം വലിയ അപ്രീഷിയേറ്റ് പോലൊക്കെ ഭയങ്കര ഇതൊക്കെ ആദ്യം ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അന്നേരം ഒന്നും പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി ഇറക്കാൻ താമസം വന്നല്ലോ. അപ്പൊ നമ്മള് വണ്ടിക്കകത്ത് നമ്മുടെ ആർമി ചെയർ ഉണ്ടല്ലോ, ആർമി ചെയർ ഞങ്ങൾ വെളിയിൽ എടുത്തിട്ടിട്ട് നമ്മൾ വണ്ടിക്കകത്ത് 2 ചെയർ ഇരിപ്പുണ്ട്. ആ ചെയർ ഞങ്ങൾ വെളിയിൽ എടുത്തിട്ടിട്ട് ഞങ്ങൾ അതിനകത്തിരിക്കും. അതിനകത്തിരുന്ന് ഫോൺ കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഇമാർക്ക് ഇത് കാണുമ്പോൾ കുരു പൊട്ടും. ഇമാര് വന്നിട്ട് ഇമാര് പറയും ഇതൊക്കെ എന്തോ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പണിക്കാരൊന്നും അല്ല, നിങ്ങളുടെ ശമ്പളക്കാരൊന്നും അല്ല, എന്നെ ഇവിടെ ആജ്ഞാപിക്കാൻ. കസേര മാറ്റി തറയിരുന്നോളാം. അപ്പഴേ ഞങ്ങൾ കുരു പൊട്ടിയത്. അതുവരെ ഞങ്ങൾ മിണ്ടാ കസേര മാറ്റിയിട്ട് നീ തറയിരുന്നോളെ. അപ്പൊ എന്ത് വിഷയം എന്തോ, ഞങ്ങൾ കസേര ഇരിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അപ്പോഴത്തെ ഞാൻ നല്ല കൊടുത്ത് എല്ലാത്തിനും ഇട്ടു. മിണ്ടിയില്ലല്ലോ, പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതാ പറഞ്ഞേ, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല, നമ്മൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവർക്ക് അങ്ങനെ വിചാരമുണ്ട്. ലോറിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് പണ്ടത്തെ ബ്രിട്ടീഷ് സമ്പ്രദായത്തെ അടിമകളുണ്ടല്ലോ, പറയത്തില്ലായിരിക്കും. അങ്ങനെ എല്ലാരും ചെയ്ത് കൊടുത്തു, ശീലിപ്പിച്ചു കളഞ്ഞു, അടിയറ പോലെ ആക്കി കളഞ്ഞു. കാരണം അത് ഞങ്ങളിപ്പോ പറയുന്നുണ്ടെങ്കിലേ അതുപോലെ സംഭവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുണ്ടല്ലോ, ജനങ്ങളുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് അത് ചിന്തിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇത് ഈ ഫീൽഡിനെ പറ്റി അറിയാവുന്നവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അറിയാൻ വയ്യാത്തവരായിരിക്കും ഇതിനെപ്പറ്റി നെഗറ്റീവ് റൂളല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് കുറെ പോയിന്റ്സ് പറയും. പക്ഷെ ആ പോയിന്റ്സ് നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പാടാ. നിങ്ങളെ പോലെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ലോറിക്കാരൊക്കെ, നമ്മളൊക്കെ എന്തോരം പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് കർമ്മയായിരിക്കും, നമുക്ക് ആയിരിക്കും, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. ഇപ്പൊ എന്തോരം ഞങ്ങൾ കാർ കൊണ്ട് പോയപ്പോഴൊക്കെ സൈഡ് ചെറിയ വഴിയൊക്കെ പിന്നെ അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ഫീൽഡിലോട്ട് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ഇത് ബുദ്ധിമുട്ട് മനസ്സിലായത്.
അപ്പൊ ഈ ലോറി കൊണ്ട് നടക്കുന്നവർക്കൊക്കെ അത്യാവശ്യം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ എന്തായിരുന്നു 6 വീൽ വണ്ടി കൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. കാരണം ചില 6 വീൽ വണ്ടി ഞങ്ങൾക്ക് പണി വന്നിട്ടുണ്ട്. ഇവര് പെട്ടെന്ന് ഫ്രണ്ട് കയറ്റി വെക്കും. സ്പീഡ്, പ്രത്യേകിച്ച് ഈ പച്ചക്കറിയും കൊണ്ടൊക്കെ പോകുന്ന എക്സ്പ്രസിലൂടെ ഇവര് നേരെ വന്നിട്ട് നമ്മളെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് കയറ്റി അങ്ങ് വെക്കുവാന്ന്. അപ്പോഴത്തേക്ക് മനസ്സിലാവും. കാരണം അവര് ആ 6 വീലിന്റെ അപ്പുറത്തോട്ട് ഒരു വണ്ടി അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. പക്ഷെ അറിയാവുന്നവരുണ്ട് കേട്ടോ. അതായത് 12 വീലും ട്രെയിലറും ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളവര് ഈ 6 വീലൊക്കെ കയറുമ്പോൾ അവര് നമ്മുടെ വണ്ടിയൊക്കെ വരുമ്പോ അവര് നമുക്ക് പ്രയോറിറ്റി തരും. മിക്കവരും നമ്മുടെ നാട്ടിൽ മിക്കവരും അങ്ങനെ ചെയ്യുന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് ആ കേരള വണ്ടികൾ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ചെയ്യുന്നു. പക്കായിട്ടാ പോകുന്നത്. തമിഴ്നാട് പിന്നെയും കുഴപ്പമില്ല. തമിഴ്നാടൊക്കെ അവര് തമിഴ്നാട് പിന്നെ വേറെ വേണം. തമിഴ്നാടൊക്കെ റോഡിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് നമ്മുടെ വണ്ടിക്ക് നല്ല ജനങ്ങളെല്ലാം പ്രയോറിറ്റി തരും. നല്ലപോലെ നമ്മളതുപോലെ അവരൊന്നും പറയത്തില്ല. അവർക്കറിയാം, ലോറിയുടെ റെസ്പെക്ട് അവർക്ക് നല്ലപോലെ അറിയാം. അവര് നമ്മൾ ഏത് വഴി കൊണ്ട് ബ്ലോക്ക് ആക്കിയാലും എന്തൊക്കെ തിരിഞ്ഞാലും അവര് നല്ല ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഭയങ്കര ഹെൽപ്പ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ പലയിടത്ത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, സ്വന്തം നാട്ടിൽ പോലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളും വഴക്കും. ഞങ്ങൾ എന്തോരിടത്ത് ഞങ്ങൾ വഴക്കൊക്കെ ഇട്ടാ ഞങ്ങൾ വണ്ടി തിരികെയടിക്കുക ചെയ്യുന്നത്. എന്നാൽ അവര് പോകുന്ന പോലെ തന്നെയുള്ളൂ. ഞങ്ങൾക്ക് ആ റോഡിൽ പോകേണ്ട ആവശ്യമാണ്. ഞങ്ങൾക്ക് ആ റോഡിൽ കൂടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അതുവഴിയാണ് ലോഡ് ഇറക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പറയുക, ഈ ഇന്ന ചെറിയ കടകളിലൊന്നും ലോഡ് കൊണ്ടുപോകണ്ട. നിങ്ങളായാലും വണ്ടി പോകുന്ന ബൈപ്പാസിൽ വണ്ടി കൊണ്ടിടുക, ഒന്ന് കളക്ട് ചെയ്ത് 1, 2, 3 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരു കുഴപ്പമില്ല. ആ ഒരു ആൾട്ടിങ് വേണ്ട, ഒന്നും വേണ്ട. ഇത് അവര് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി ചെയ്യണം. ബാക്കിയുള്ളവരെ തെരുവിളി കേൾക്കുകയും ചെയ്യണം. പോലീസുകാരെ തെറ്റി ഞങ്ങൾ മേടിക്കണം. അപ്പൊ ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോ കണക്ക് തിരിച്ചു നോക്കുമ്പോഴേ അവസാനം ലോറിക്കാരിൽ ഒന്നും കാണത്തില്ല. ഈ ലോറിക്കായിട്ട് ഒരു പൈസ കാണത്തില്ല. അപ്പം അതാണ് മിക്കവരും ഈ ലോറി ഫീൽഡ് തകർന്നു പോകാൻ കാരണം തന്നെ. അതുകൊണ്ടാണ് ചില സമയത്ത് പറയുന്നത് നല്ല ബെറ്റർ ഡ്രൈവിംഗ് ആയിട്ട് തന്നെ പോകുന്നത്. അതാകുമ്പോ ഒന്ന് വണ്ടി കൊണ്ട് ഓടിക്കുക, സ്ഥലത്തോട്ട് എത്തിക്കുക, അടുത്ത ലോഡ് എടുക്കുക. ടയർ ഒന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. അതുകൊണ്ട് മിക്കവരും ഇപ്പം ഡ്രൈവർ ഇത് തന്നെ നോക്കുന്നത്, ഡ്രൈവിംഗ് തന്നെ നോക്കുന്നത്. ലോറി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റോൾ ചെയ്ത് എല്ലാം ഒന്ന് ഒരു റീസൈക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീൽഡ് ഓക്കെയാണ്, പക്കയാണ്. ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം ഇതുവരെ നിലവിൽ ഇതുവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഇതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. അതെ, ഇതിപ്പം ബലഗാവിയായി. ഇവിടെ അത്യാവശ്യം ലോറി പണി കാര്യങ്ങളെല്ലാം ഉള്ള ലെഫ്റ്റും റൈറ്റും ഇഷ്ടം പോലെ. കണ്ടോ, ലെഫ്റ്റും റൈറ്റും എല്ലാം എല്ലാം ഉള്ളതാ. അതായത് കമ്പനി കൗള്, അതായത് കമ്പനി ക്യാബിൻ അല്ല, എല്ലാം ഇഷ്ടം പോലെ കൂടുതൽ. ഇവിടെ നല്ല മെക്കാനിക്സ്, ലോറി പണി ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടി എല്ലാരും മറ്റേ സിംഗിൾ ഗ്ലാസ് ഒക്കെ ഇവിടെ അത് പെട്ടെന്ന് വണ്ടി പണി കിട്ടും. അതായത് പണിഞ്ഞെടുക്കാം. ഇപ്പൊ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് മറ്റേ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടൊക്കെ എന്തെങ്കിലും വന്ന് ലോറിക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കിയാൽ മാത്രം മതി. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പണി അറിയാവുന്നവരൊക്കെ ഉണ്ടോ. മെക്കാനിക് ഇങ്ങോട്ട് വരും. സ്ഥലമൊക്കെ നോട്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവവും ഇതിന്റെ അകത്തിൽ ഒരു പാർക്കിംഗ് കാര്യങ്ങളും അടിയിൽ എടുക്കുകയാണെങ്കിൽ അടിയിലെടുത്ത് ഈ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യും.
തിരിച്ച് പാലത്തിന് അടി കൂടെ വന്ന് നേരെ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് കയറുക. ഈശ്വരന്റെ ഇവിടെ കുറെ ഈശ്വരന്റെ പോയിട്ടുണ്ട്. ഇപ്പൊ കണ്ട പജീറോ സ്പോട്ട് ഇന്ത്യ ടു ലണ്ടൻ. ഇന്ത്യ ടു ലണ്ടൻ പോകുന്ന വണ്ടിയാണ്. കർണാടകയാന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കർണാടക എന്നാ തോന്നുന്നു. ഇന്ത്യ ടു ലണ്ടൻ പോകുന്ന പജീറോ സ്പോട്ട് വൈറ്റ്. എവിടുന്ന് ഇറങ്ങിയാൻ അറിയത്തില്ല. വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. എതുവഴിക്കായിരിക്കും പോകുന്നല്ലേ? യൂട്യൂബ് ഇത് കാണുമായിരിക്കും. എന്തെങ്കിലും റീൽസ് ഒക്കെ ഉള്ള വണ്ടിയായിരിക്കും അല്ലേ? തപ്പി നോക്കാം. UK രജിസ്ട്രേഷൻ ഉത്തരാഖണ്ഡ്. അത് അവിടെ ചെല്ലുമ്പോ നൈസ് സെറ്റ് അല്ലേ? UK അയ്യോ ശരിയാ, അത് നൈസർ ഓപ്ഷൻ അത്. നോക്കി അവിടെ നിന്ന് അങ്ങോട്ട് മഴയാണേ. ഇത് ഇവിടുത്തെ ട്രക്കിലെ ബൈ. ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒത്തിരി കൊള്ളിച്ച് ഞാൻ എങ്ങനെ ഇറങ്ങും? ഓക്കെ, KL 75. അങ്ങോട്ട് മഴയാണ്. അതുണ്ടോ നൈസല്ലേ? നല്ലൊരു കാലാവസ്ഥ, കിടുക്കൻ കാലാവസ്ഥ. നമ്മളിവിടെ പൈസ क्या करेगा? मैं क्या कर रहा इधर इधर आया तो ബാക്കി പോകത്തില്ല. എന്തിനാണ് വരുന്നത്? हाँ മോനെ ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിക്കാതെ ഓട്ടം കളിച്ചിട്ട് ഒരു കാര്യമില്ല. വണ്ടി ഇപ്പൊ സമയം എത്ര മണിയായി? 3 മണിയായി. 3 മണിയായി. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ചിലയിടത്ത് മഴ ചാറ്റല്. രണ്ട് സിറ്റുവേഷനിൽ നിൽക്കുക. മഴ പെയ്യുന്നുമുണ്ട്, ഇടയ്ക്ക് വെയിലുമുണ്ട്, ഇടയ്ക്ക് ചാറുന്നുമുണ്ട്. നല്ല ഇടയ്ക്ക് നല്ല കട്ടിക്ക് മഴ പെയ്യുന്നുമുണ്ട്, ഇടയ്ക്ക് സ്ട്രോങ് ആയിട്ട് പെയ്യുന്നുമുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര കയറി. ഇനി ഇവിടുന്ന് നമുക്ക് ഏഷ്യൻ പെയിന്റ് ആ ഗോഡൌണിലേക്കാണ് പോകണ്ടേ. അപ്പോൾ ആ ഗോഡൌണിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു നൈറ്റ് ഒരു 7-7:30 മാക്സിമം 8 മണി. ഇത്രയും പോകത്തില്ല. 8 മണിക്കുള്ളിൽ അപ്പം വൈകുന്നേരം കമ്പനി ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് കമ്പനി കയറും. കമ്പനിക്ക് അകത്ത് കയറത്തില്ല, അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെളിയിൽ പുറത്തേക്ക് കയറും. എന്നിട്ട് രാവിലെ പിറ്റേ ദിവസം അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് എൻട്രി ചെയ്ത് അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെ കുറേ ശോകങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പൊ ഇത് കഴിഞ്ഞുള്ള വീഡിയോ ചിലപ്പോൾ ഒരു ദിവസം, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ വീഡിയോ ചിലപ്പോൾ ഒരു ദിവസം ഡിലേ ആവുമായിരിക്കും. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ആ ലോഡ് അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് അവിടെ നിന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ലോഡ് എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതുവരെ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. വരുന്ന വഴിക്ക് ഞങ്ങൾ ഗ്രീസ് അടിച്ചു. പിന്നെ എത്ര നമ്മൾ ഡീസൽ ഇപ്പം എത്ര അടിച്ചു ടോട്ടല്? അവിടെ തൊട്ടായിരുന്നു 30.
ആ ടോട്ടൽ ഒരു 350 ലിറ്റർ ഇപ്പം ടോട്ടൽ അടിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെയും എങ്ങനെ സെന്റർ ആയോ ഡീസല്? സെന്ററും കഴിഞ്ഞ് താഴെ ആയോ? ലൈറ്റ് ഇതായോ, റിസർവ് ആയിട്ടുണ്ടോ? റിസർവ് ആവും. ഞങ്ങൾ ഇനി ആ 170-150 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് ചിലപ്പം റിസർവ് ആവാൻ ചാൻസ് ഉണ്ട്. സാധാരണ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ അവിടെ കമ്പനി ചെല്ലുമ്പോഴത്തേക്ക് റിസർവ് ആവും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് കയറ്റി വരുമ്പോഴാണ് ഞങ്ങൾ ബാക്കി ഡീസൽ അടിക്കുന്നത്. അതെ, ഓക്കെ. ഇത്രയുള്ള കാര്യങ്ങൾ. ഇവിടെ നല്ല മഴയായതുകൊണ്ട് പുറത്ത് പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. വണ്ടി സൈഡാക്കി ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നല്ല മഴയാണ്. അപ്പം എങ്ങനെയെങ്കിലും നേരെ കമ്പനിയിലോട്ട് കയറുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ദിവസം കാണാം. ഓക്കെ. ഇതിപ്പോ നമ്മൾ എവിടെ ടോൾ എവിടെ ആയിരുന്നു? കിനി. കിനി ടോൾ പാസ്. ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ഇവിടെ നമുക്ക് അങ്ങോട്ടുണ്ട്. നൈസായിട്ട് കഴിച്ചിട്ട് അങ്ങ് പോകും.